26-ാമത്തെ ശ്ലോകം മുതലാണ്. ഗുരുരുവാച പ്രശ്നം നിശമ്യ ഭവതാം സാധു തുഷ്യാമി വത്സലാഃ അമുമർത്ഥം ചിന്തയതഃ കാലോ ഭൂയാനഗാൻ മമ. ഗുരു പ്രീതനായിരിക്കുന്നു. എല്ലാവരുടെയും ആഗമനവും ചോദ്യവും ഒക്കെ കേട്ടിട്ട് ഗുരു സംപ്രീതനായിട്ടാണ് പറയുന്നത്. വത്സലാഹ, ആ വത്സലാഹ എന്ന് വിളിക്കണമെങ്കിൽ തന്നെ വാത്സല്യമുള്ളത് കൊണ്ടല്ലേ വിളിക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾ സംഗതമാണെന്ന് ഗുരുവിന് ബോധ്യപ്പെട്ടു. ഭവതാം, നിങ്ങളുടെ പ്രശ്നം, ചോദ്യം, നിശമ്യ, കേട്ടിട്ട് സാധു ദുഷ്യാമി, വളരെ സന്തോഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം കേട്ടിട്ട് സാധു ദുഷ്യാമി, സന്തോഷം തോന്നുന്നു വളരെ. അമും അർത്ഥം, ഇക്കാര്യത്തെക്കുറിച്ചിട്ട്, ഈ പറഞ്ഞ ചോദ്യങ്ങളും ഈ പറഞ്ഞ സന്ദേഹങ്ങളൊക്കെ കുറിച്ചിട്ട് ചിന്തയതഃ മമ, ചിന്തിക്കുന്നവനായ എൻ്റെ ഭൂയാൻ കാലഹ അഗാദ്, ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് കുറേ കാലം കടന്നുപോയത്. മനുഷ്യൻ്റെ ഈ പ്രശ്നങ്ങൾ, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾ, സാമൂഹികം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞാൻ ഒരുപാട് കാലമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിൽ നിന്നൊരു ചോദ്യമായിട്ടിപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങളാൽ ചോദിക്കപ്പെട്ടപ്പോൾ ഞാൻ ഏറെ സന്തുഷ്ടനായിരിക്കുന്നു, സംപ്രീതനായിരിക്കുന്നു എന്ന് ഗുരു അവരോട് പറയുന്നു. ശിഷ്യഗണങ്ങൾക്ക് നിങ്ങളെ ഗുരു വളരെയധികം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആത്മാനന്ദസ്വാമി നല്ല ഒരു പശ്ചാത്തലമാണ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഗുരുവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തിൽ നല്ലവണ്ണം ബോധാനന്ദസ്വാമിയും സംഘവും വിജയിച്ചിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചതോടു കൂടിയിട്ട് ഗുരു പറയാണ്, ഞാൻ ഇത്രയും കാലമായിട്ട് ഇക്കാര്യത്തിലാണ് എൻ്റെ മനസ്സ് വ്യാപൃതമായിരുന്നത്. ഈ ലോകത്തിൻ്റെ അധാർമികമായിട്ടുള്ള പ്രവൃത്തികൾ കാരണം ലോകത്തിലെ ഒരു വിഭാഗം ജനത വളരെ അധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ, അതിൻ്റെ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.